ലിവിംഗ് മെഷീൻസിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളുടെ ആദ്യത്തെ വർക്കാണ്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെറൈറ്റി ഐറ്റത്തിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 2 വീലർ അല്ല, ഒരു കാറാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഇപ്പം നിങ്ങൾ ഇത് വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. വിൻറ്റേജ് കാറുകളിലൊക്കെ പെട്ട ഒരു കാറാണ്. പക്ഷെ നമ്മുടെ വിൻറ്റേജ് ഒന്നും അല്ല, കുറച്ച് മോഡൽ കൂടിയായിട്ടാണ്. അപ്പോൾ ഇതിന്റെ വർക്ക് നമ്മൾ റീസ്റ്റോറേഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ വണ്ടിയിൽ. കാരണം റീസ്റ്റോറേഷൻ ചെയ്യാൻ മാത്രം ഉള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമ്മുടെ വണ്ടിയിലില്ല. അത്യാവശ്യം മോഡൽ ഉള്ളതുകൊണ്ട് കാര്യമായ പ്രശ്നം പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഫുൾ പെയിന്റിങ് ചെയ്യാൻ പോവാണ്. എല്ലാ അത്യാവശ്യം ബോഡി പാർട്സ് ഒക്കെ അഴിച്ച് ഫുള്ള് റീപെയിന്റിങ് ചെയ്യാൻ പോവാണ്. കളർ ചേഞ്ചിങ് കൂടെ ചെയ്യാൻ പോവാണ്. കളർ ചേഞ്ചിങ് ചെയ്തിട്ട് RTO നമ്മൾ പെർമിഷൻ എടുത്തിട്ട് നമ്മുടെ RC ബുക്കിലും കളർ ചേഞ്ച് ചെയ്യും നമ്മൾ. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ആ ബോണറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏതാ വണ്ടി എന്നുള്ളത്. കാരണം പണ്ടത്തെ ഒരു താരരാജാവ് തന്നെയാണ് ഈ വണ്ടി. അപ്പം ഞാനത് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് ഒരു പൊസിഷൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം കുറേ പേർക്ക് മനസ്സിലാവും വണ്ടി ഏതാന്ന്. അതിനുശേഷം വണ്ടി ഞാൻ ഓവറോൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് വണ്ടി അഴിക്കുകയാണ്. ഈ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിക്കുകയാണ്. അഴിച്ചിട്ടാണ് നമ്മൾ പെയിന്റിങ്ങിനായിട്ട് വണ്ടി കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഈ സീറ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഇതിൻ്റെ ബോൾട്ട് വരുന്നത് ഇവിടെയാണ്, ഇതിൻ്റെ അടിയിലാണ്. സീറ്റ് രണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ ഇട്ടിരിക്കുന്ന മാറ്റ് നമ്മളെടുത്ത് മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് ഫ്ലോർ എങ്ങനെയുണ്ട് നോക്കണം. തുരുമ്പുകൾ പാച്ചുകൾ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം.
അപ്പോൾ ഇൻറ്റീരിയർ നമ്മൾ ഏകദേശം കഴിച്ചിട്ടുണ്ട്. സീറ്റ് കഴിച്ചിട്ടുണ്ട്, പിന്നെ മാറ്റെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിലെ ഈ ഒരു പീസ് മാത്രം നമുക്ക് കഴിക്കാനുള്ളൂ. ബാക്കി എല്ലാ പീസുകളും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഡോർ പാഡുകളും 4 ഡോറിൻ്റെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് പാച്ചുകളൊന്നും ഇല്ല, താഴെയൊന്നും കാര്യമായിട്ട് പാച്ചുകളോ തുരുമ്പുകളോ ഇല്ല. പിന്നെ ഡോറിൻ്റെ ഉള്ളിൽ മാത്രമാണ് കുറച്ച് പ്രോബ്ലംസ് കാണുന്നത്. ഇതെല്ലാം നമ്മൾ പ്രൈമർ അടിച്ച് എല്ലാം ഈ തുരുമ്പുകളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ കാറായിട്ട് നേരെ സർവീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അണ്ടർ ബോഡി പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അണ്ടർ ബോഡി പെയിൻറ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇൻറ്റീരിയറും പിന്നെ അണ്ടർ ബോഡി ഫുള്ള് വാഷ് ചെയ്യും. വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷമാണ് പെയിൻറ് ചെയ്യുന്നത്. ഇപ്പോൾ മെക്കാനിക്കൽ പണി തീർക്കാൻ വേണ്ടിയിട്ട് മെക്കാനിക് വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഡാമേജ് ആയിരുന്ന ഓസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പുതിയ ഓസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫാൻ ബെൽറ്റ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ പണി ഏകദേശം ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഫാൻ ബെൽറ്റ് ഇപ്പം ടൈറ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് ടൈറ്റിങ് ആയിട്ടുണ്ട്. മെക്കാനിക്കൽ പണിയൊക്കെ തീർത്തിട്ട് മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ വീണ്ടും സർവീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനി വണ്ടിയുടെ വെയിലത്ത് കിടന്ന് ശരിക്കും ഉണങ്ങിയിട്ട് വേണം അണ്ടർ ബോഡി പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അണ്ടർ ബോഡി പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്, 6 മണി സമയമായിട്ടുണ്ട്. അതാണ് വെളിച്ചം കുറച്ച് കുറവ്. ഇപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ പെയിൻറ് എത്തിയതായിട്ട് കാണാം, അടിയിലൊക്കെ പെയിൻറ് എത്തിയതായിട്ട് കാണാം. ഇപ്പോൾ വീലാർച്ചിൻ്റെ ഉള്ളിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ പെയിൻറ്റിങ് ഓക്കെ ആയിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റായിരുന്നത്. വീലാർച്ചിൻ്റെ ഉള്ളിലെല്ലാം പെയിൻറ് എത്തിയിട്ടുണ്ട്. ഇപ്പം താഴെ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ ക്യാമറയിൽ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ താഴെയൊക്കെ പെയിൻറ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പെയിൻറ്റിങ്ങിനായിട്ട് പോവാണ്.
ഇപ്പോൾ ഇതാണ് നമ്മുടെ അംബാസഡറിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. വാട്ടർ സർവീസൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി ഏകദേശം നല്ല പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട്. പക്ക കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പറയ്, റിവേഴ്സ് ഇടാൻ പറ. റിവേഴ്സ് ഇട്ടോ അറ്റത്തേല്. റിവേഴ്സ് ഇട്ടോ.